ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ അതേ എന്താണ് ഇവിടെ ഒച്ചപ്പാടുള്ള ഇന്നിപ്പോൾ വീഡിയോയിൽ കുറേ നാളെത്തി കാണുന്ന കുറേ പേരൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി സംസാരിച്ചു നിങ്ങൾ ഞങ്ങളെയും കൂടി ക്യാമറയിൽ കിട്ടും. അതെ, ഇന്ന് എന്താണ് പരിപാടി നോക്ക് പറ. ഇന്ന് നമ്മള് പുറത്ത് പോയി അടിച്ച് പൊളിക്കാൻ പോണേ. അതെ, ഇന്ന് രാവിലെ വന്നപ്പോ പോലും ഒച്ചപ്പാടാണ്. പുറത്തേക്ക് രാവിലെ വന്നപ്പോ തുടങ്ങിയ 2 ദിവസമായിട്ട് ഞാൻ കിടന്ന് പറയുന്നതാണ് കണ്ണാ ഒന്ന് കൊണ്ടോടെ പുറത്ത് കൊണ്ടോടാന്ന്. പിന്നെ അമ്മനോട് പറഞ്ഞു അങ്ങനെ ഇന്ന് ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നമ്മുടെ ആഗ്രഹം ഒന്നും മാറ്റി വെക്കരുത്, പോവേണം പൊളിക്കാൻ പോവേണം. അതെ, പെട്ടെന്നൊരാഗ്രഹം തക്കുന് കുറച്ച് ദിവസമായിട്ട് തോന്നിയ ആഗ്രഹം ഇവിടെ വന്നപ്പോ ഈ ആഗ്രഹം എന്റെ ആഗ്രഹം ഒന്നും അല്ല കേട്ടോ, ഇത് ശ്രുതിയുടെ ആഗ്രഹമാണ്. അവൾക്ക് കുറെ ദിവസമായി പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞിട്ട് കേക്കണില്ല ഇവിടെ. ഇന്നത്തെ നമ്മുടെ സപ്പോർട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആള് നമ്മുടെ ആന്റിയാണ്. പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. കണ്ണനേട്ടാ അമ്മ നമ്മളൊപ്പം വൈബാണ്. അതെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എവിടെയാണ് പോണേ എന്താ കാര്യം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകെ കിടക്കാം. നമ്മൾ ഇറങ്ങാൻ നോക്കട്ടെ. അപ്പൊ ഓക്കെ, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എത്തി. ചെറായി ബീച്ചിലുള്ള ശിവേട്ടൻ്റെ കടയിലാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഈ അമ്മയും ചേച്ചിയും ഒക്കെ അവിടെ സീറ്റ് ഒരെണ്ണം കണ്ടപ്പോൾ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. കണ്ണനിപ്പോൾ വരും. അപ്പോൾ സീറ്റ് ഉണ്ടോ നോക്കാനായിട്ട് പോയിരിക്കുകയാണ്. എന്തായാലും കണ്ണൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്. അയ്യോ, നമ്മുടെ വണ്ടിയല്ല കേട്ടോ, അപ്പുറം. അപ്പോൾ എന്തായാലും പാർക്ക് ചെയ്തിട്ട് വരട്ടെ. എവിടെയാണ് നമ്മൾ? ഞാൻ പറഞ്ഞിട്ടുണ്ടായി നേരത്തെ ശിവേട്ടൻ്റെ കടയിൽ ചെറായി ബീച്ചിൽ എല്ലാവർക്കും അറിയാൻ ഫേമസ് ആയിട്ടുള്ള കടയിൽ പറഞ്ഞു കൊടുത്ത് ചോറ് വന്നിട്ടുണ്ട്. നമ്മുടെ കറികളൊക്കെ വരാനായിട്ട് പോണു. അതെ അമ്മ, ഞങ്ങളെ ഉച്ചക്ക് നേരെ ഫുഡ് അടിച്ചിട്ട് തുടങ്ങാന്ന് കരുതിയല്ലേ. അതെ, ചെമ്മീൻ വന്നു, ചോറ് വന്നു. അപ്പൊ ഞങ്ങള് എല്ലാം വന്നിട്ട് നീ കാണിച്ചു തരാട്ടാ. അമ്മ എന്താ മിണ്ടാണ്ടിരിക്കണ? വേറെ എന്താണ് സംസാരിച്ചിരിക്കുന്നത്? ആംബിയൻസിൽ ഇരിക്കണ അല്ലേ? ഞാനും ഇവിടെ ആദ്യമായിട്ടാണ്. അതെ, അപ്പൊ നമുക്കിനി ബാക്കി ഫുഡൊക്കെ വന്നിട്ട് കാണാം. അപ്പൊ അതേ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. സ്പെഷ്യലെല്ലാം വന്നിട്ടുണ്ട്. ചെമ്മീൻ, കൂന്തൽ, കക്ക, പറ്റ ഫ്രൈ, ഞണ്ട്, പിന്നെ നമ്മുടെ കറികളും പായസം, രസം, മോര്, അതൊക്കെ സൈഡായിട്ട് വന്ന സാധനങ്ങൾ തന്നെയാണ്. കുഞ്ഞു പായസം പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കുഞ്ഞു ഗ്ലാസ് കാണാനായിട്ട്. കുഞ്ഞു ഗ്ലാസ് കാണാനായിട്ട് നല്ല രസം. എന്തോ പറയാ, അങ്ങനെയൊക്കെയാണ് എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങാം, അംഗം തുടങ്ങാം. അങ്ങനെ എടുത്തില്ല, വീഡിയോ കാണിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും എടുക്കാലോ. അത് തക്കൊക്കെ അവിടെ ഇരിക്കും. ഒരു പറ്റിയും കൂടെ തന്നെ ഇത് ബീച്ചിന്റെ സൈഡിൽ തന്നെ, ബീച്ച് സൈഡ് വ്യൂ. അപ്പൊ നമുക്ക് അറ്റാക്ക് തുടങ്ങാം. അപ്പൊ കഴിച്ചു തുടങ്ങാം. ബാ. ഹലോ, അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറച്ചത് മത്ത് പിടിച്ചിരിക്കേണ്ട ഇവിടെ. മത്ത് പിടിച്ചിരിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നേരെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളൊരു വീട് മേടിക്കാൻ പോകണം അല്ലേ? അതെ, അതിനും കൂടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതെ, ഞങ്ങൾ വീട് നോക്കണം. ഞങ്ങൾക്കൊരു വീടും കൂടി മേടിക്കാൻ, നല്ല ആംബിയൻസ് ഉള്ളത്, ബീച്ചിന്റെ സൈഡിൽ തന്നെ ഒരു സ്ഥലം കിട്ടുമെന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ കണ്ടൊക്കെ ഉണ്ടെങ്കിലും ബീച്ചിന്റെ സൈഡിൽ വേണമല്ലോ ഒരെണ്ണം കൂടി അല്ലേ? അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങിയേക്കുന്നത്. അപ്പൊ കിട്ടിയേണ്ട ഒരെണ്ണം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? ഇഷ്ടപ്പെടും. അതെ, ഇതാണ് നമ്മൾ പറഞ്ഞ വീട് അല്ലേ? നല്ല ആംബിയൻസ് ആയിട്ട് ഉള്ള വീട്. കിളിവാതിലൊക്കെ വെച്ച് പണ്ടത്തെ രാജാക്കന്മാർക്ക് ഇരുന്നാലും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാലോ. അതെ, ഇരുന്ന പോലെ. അതെ, നോക്കി നടക്ക് രാജ്ഞി. അപ്പൊ എല്ലാരും അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, ബാക്കിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ ശരിക്കില്ലേ ഇതിന്റെ ഉള്ളിലില്ലേ കൊറേ മണ്ണുണ്ട്. മണ്ണുണ്ട്. ഞാൻ ആ മാവ് വെച്ചേക്കണ പറഞ്ഞു, മാവ് അടിപ്പോലാന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ നടക്കേണ്ട മൊത്തം മരമാണ്. അതെ, ബാക്കിലേക്ക് വരുമ്പോൾ നല്ല രസമല്ലേ?
രക്ഷയില്ല. ബീച്ചിന്റെ സൈഡിലൊരു വീട് സ്വപ്നം വരുന്നത് ഇങ്ങോട്ട് സാധിച്ചു. ഒന്നും നോക്കിയില്ല. അപ്പൊ ആ ആഗ്രഹം അങ്ങനെ സാധിച്ചു തന്നു. ഫുഡ് കഴിച്ച് ബീച്ചിന്റെ സൈഡിലൊരു വീട്, അതിന്റെ സ്വപ്നമായിരുന്നു ബീച്ചിന്റെ സൈഡിലൊരു വീട്. ചേച്ചി പറഞ്ഞപ്പോഴേക്കും അനിയനെ അങ്ങോട്ട് സാധിച്ചു തന്നു. കണ്ടിട്ട് പോകാൻ എന്താണ് ഇത്ര ഞാൻ ഇങ്ങനെ പറഞ്ഞവനോട് എനിക്ക് രാവിലെ ഇങ്ങനെ ഒരു കപ്പ് ചായ കുടിക്കൂല, എന്നാലും ചായ ആയിട്ട് അവിടെ ബീച്ചിന്റെ അവിടെ പോയി കുടിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ അന്ന് പിന്നെ എന്താ ഒന്നും നോക്കാണല്ലോ ഒന്നും നോക്കിയില്ല. ഇപ്പൊ തന്നെ ഇറങ്ങി കൊടുക്കാം. സംഭവം ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആന്റിയുടെ ചിറ്റയുടെ വീടാണ് ഇത്. ആന്റിയുടെ ചിറ്റയുടെ വീടാണ്. പക്ഷെ ചിറ്റയും ചിറ്റയുടെ മക്കളൊന്നും ഇല്ല, എല്ലാരും പുറത്താണ്. എല്ലാവരും പുറത്താണ്. ആ ആന്റി ഇതാ നിക്കണ ആന്റിയും പുറത്തായിരുന്നു. അപ്പോ ആന്റി പുറത്തായിരുന്നു, ആന്റി ഇപ്പൊ അകത്താണ്. ഇപ്പൊ അകത്താണ്. അതായത് കേരളത്തിലാണ്. കേരളത്തിൽ നമ്മുടെ കടക്കരയിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. അതെ അതെ. നമുക്ക് ഇവിടെ കണ്ട് നടന്ന നല്ല മൊത്തം മരത്തിൽ പണിത വീട്, നല്ല രസമുള്ള വീട്. ജസ്റ്റ് ആണ് കാണാൻ വേണ്ടി സൂപ്പറാണ് ട്ടാ, പറയാതിരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയി കഴിക്കാം. അത്ര അതെ, ഇഷ്ടമുള്ളവർക്ക് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രൊമോഷനൊന്നല്ല, നല്ല അടിപൊളി കടയാണ് ട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് പോലെ അപ്പോട്ടെ നോക്കി നമ്മളിപ്പോ നിന്ന് കൊടുത്തുന്ന അടുത്ത് തന്നെ നോക്കി, അടുത്ത് തന്നെ ബീച്ചാണ്ടാ. ബീച്ചിൽ വന്നപ്പോ എല്ലാവരും മുഖത്തൊക്കെ നോക്കി അമ്മ അമ്മയോട് വന്നപ്പോ കടക്കരയിൽ ഇടിച്ചപ്പാൻ പോവാൻ. എന്താ പറയാ, നമ്മളിങ്ങനെ പറയുന്ന വെച്ചാൽ നമ്മുടെ അത് വീടിന്റെ അവിടെ നിന്നാകെ 10 കിലോമീറ്റർ താഴെ ഉള്ളിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ. എന്നാലും നമുക്ക് അത് നമ്മളെന്നാലും വരാറൊന്നുമില്ല. അത് ഇപ്പൊന്നുമല്ല. കേറി കഴിഞ്ഞ ദിവസം കേറി ഇവിടെ കേറി. ഓ ഇടിച്ചപ്പണ്ടായിരുന്നു. എന്ത് ചാള ഇവിടെ അമ്മ രാവിലെ പറഞ്ഞില്ലേ ഇവിടെ കേറി. പിന്നെ ആൾക്കാരൊക്കെ വന്ന സമയമാവണുള്ളൂ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങോട്ട് വന്നേക്കണത്. ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിലെ കളിക്കട്ടെ കുറച്ചേരം. യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ പഴംപൊരി ടേസ്റ്റ് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അടുക്കളയിൽ തകൃതിമയായിട്ട് പണികളൊക്കെ കിടക്കണം. എന്താണ് ഇവിടെ സ്പെഷ്യലി? ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ ഇതെന്താണ്ട് അരപ്പ കൂട്ടി വെച്ചിട്ടുള്ള ദൈവമേ, ഇതെന്താണിത്? കരിഞ്ഞിരിക്കല്ലടി ഇത്. ഞാൻ കഴിഞ്ഞ അതല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു, മറ്റേ കോൺഫ്ലക്സ് ഇട്ടിട്ട് ചിക്കൻ വറക്കണത്. അപ്പൊ കോൺഫ്ലക്സ് ഇട്ടിട്ട് ചിക്കൻ വറക്കാന്ന് കരുതി എന്താണ് ഇവിടെ തൊള്ളിയിൽ കയറ്റി വെച്ച് കൊടുക്കാണ്. മോൻ വലുതാവട്ടെ. അമ്മാമനേക്കാൾ വലുതായിപ്പ. എന്നെ കാണി. അപ്പൊ നോക്കി ഇവിടെ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് തക്കൊണ്ട് സ്പെഷ്യൽ ചോറുണ്ട്. പക്ഷെ ഇതിന്റെ റെസിപ്പി ഒക്കെ എടുത്തപ്പോഴേ ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയില്ല. ഇപ്പൊ കണ്ട ഞങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ വന്ന് കാണിച്ചിട്ട് പോയതാണ്. പിള്ളേരോട് വർത്താനം പറയായിരുന്നില്ല ഇത്ര നേരം, നമ്മ മറന്നു പോണം. അപ്പൊ അത് പറഞ്ഞേന് ഇവിടെ നോക്കി നമ്മളിപ്പോ നമ്മുടെ KFC ചിക്കൻ എന്ന് പറയുന്ന ഈ കോൺഫ്ലക്സ് ചിക്കനും ആക്ഷേപം, ആരംഭത്തിലെ അപമാനം. ഈ ഒരു വശം ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അതല്ല, ഇപ്പൊ ടേസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഇത്ര നേരം. നല്ലാണ്, വെന്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നല്ലായിരുന്നോ? സൂപ്പർ. സുധു കഴിച്ചല്ലേ? അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മള് പോയി നല്ലൊരു ദിവസമായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മള് പോയി വന്നതിന് ശേഷം കുറെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനുശേഷം നമുക്ക് കുറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനുശേഷം പിന്നെ ചിക്കനൊക്കെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ഇവിടം വരെ അല്ലെ. പിന്നെ ഞങ്ങൾ കൂടുമ്പോ അറിയാലോ, ഞങ്ങൾ കൂടുമ്പോ കുറെ വിശേഷങ്ങൾ പറയാനുണ്ടാവും. വിശേഷങ്ങളുടെ ഇടയിൽ പാചകവും കഴിഞ്ഞ് ഇതേ ഇനി ഞങ്ങൾ കഴിക്കാൻ പോണേ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടോ. എന്തൊക്കെയാണ് ഇടക്കിടക്ക് ഞാൻ വന്ന് നോക്കുമായിരുന്നു, എന്തായാലും ചെയ്യണോ അപ്പൊ വേണ്ടെന്ന് പറയുന്ന ഉറപ്പാണല്ലോ. ശ്രുതിയാണെങ്കിൽ ഒരു കസേര ഇട്ടുണ്ടെന്ന് ഇവിടെ ഇരുന്ന്, ഞാനാണെങ്കിൽ ഇവിടെ ചെലവേലിരുന്ന് ഇത്ര നേരം വർത്താനം പറഞ്ഞു തകർക്കായിരുന്നു. അമ്മ അതേ സുനിച്ചേട്ടൻ വിളിച്ച് വീഡിയോ കോളിൽ എന്താണ് ഞങ്ങൾ വട്ടവേശ സമ്മേളനമൊക്കെ ആയിരുന്നു ഇത്രയും നേരം. അങ്ങനെ ഇനി നമുക്ക് ഇനി സമയം കളയേണ്ട, നമുക്ക് വേഗം പോയിട്ട് എന്റെ കറി നിങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം.
നിങ്ങളല്ല എന്റെ KFC എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇനി അഭിപ്രായം ഇപ്പൊ നമുക്ക് ഇവരെ കൊണ്ട് എല്ലാവരോടും ചോദിപ്പിക്കാം. ഞാനേ ചില്ലിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞ് സ്പീഡിൽ പറയണോന്ന് പറഞ്ഞ് വോയിസ് ഓവറും കൊടുത്ത് ഇപ്പൊ എന്റെ വർത്താനം ഇതായി പോയി. അപ്പൊ എന്ത് ചെയ്യാനാണ്, എന്തായാലും അങ്ങോട്ട് പോയിട്ട് കഴിക്കാം വാ. അപ്പൊ നോക്കി നേരെ എല്ലാവരും അട്ടിയിട്ട കല്ലുപോലെ ഇവിടെ ഇരിക്കേണ്ട നമ്മുടെ സ്ഥിരം ഇതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടം അല്ലാതെ അത് കോൺഫ്ലെക്സ് KFC എന്താണ് പറയാറുണ്ടല്ലേ നല്ലാട്ടത്. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു നേരത്തെ. ആ സുധു കഴിക്കടാ, കടിക്കരുത് മിണ്ടമ്മ. ആ കഴിച്ചിട്ട് അഭിപ്രായം പറയും. കഴിച്ചിട്ട് ചിക്കൻ കൊണ്ട് അങ്ങനെ പറ, ചിക്കൻ കൊണ്ടാട്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാട്ടിരിക്കണം അവിടെ. ഒരു 5-6 നിമിഷത്തേക്ക് ഇവിടെ നിന്ന് പോയാ മാവ. അതെ, തക്കുന്റെ ടേസ്റ്റില് അമ്മ മുഴുകി പോയിന്നാ പറയണ. ഒരാള് പൊക്കത്തിൽ അതെ സാധനങ്ങളൊക്കെ നമുക്ക് കഴിച്ചോണ്ടിരിക്കണം. വേറൊന്നുമല്ല, ഇവിടെ കഴിക്കാൻ തുടങ്ങിയ പിന്നെ വെടി വിടുന്നതായിട്ട് ഓർത്തു. അപ്പൊ കണ്ണന്റെ ഒരു ചോറാണ്. അപ്പൊ കണ്ണൻ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അതെ അതുകൊണ്ട് അപ്പൊ നല്ലതാണ്. അതെ ചിക്കൻ കൊണ്ടാട്ടോ നല്ലതാണ് ഈ സംഭവം തന്നെ. അതെ അപ്പൊ നമുക്ക് ഇനി കഴിച്ചിട്ടൊക്കെ നമുക്ക് ബാക്കി വിഷയം നടക്കാം അല്ലേ.